അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമു റാ ഉച്ചരിക്കേണ്ട രീതികൾ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. റാ കനം കൂട്ടിയും നേർപ്പിച്ചുമാണ് മാറി മാറി ഉച്ചരിക്കേണ്ടത്. മലയാളത്തിലെ പോലെ റ എന്ന് ഇടയിലൊരു ഉച്ചാരണം അറബിയിൽ പാടില്ലാത്തതാണ്. ഒന്നിക്കൽ റോ എന്ന് കനം കൂടിയോ അല്ലെങ്കിൽ രി എന്ന് നേർപ്പിച്ചോ ആണ് ഉച്ചരിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ എണ്ണിപ്പറയുന്നതിന് മുമ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രാവശ്യം പറഞ്ഞതിന് ശേഷം രണ്ട് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അത് പറയുന്നതായിരിക്കും നല്ലത്. റോ ഫതഹോടുകൂടിയുള്ള റ എപ്പോഴും കനം കൂടിയാണ് റോ എന്ന് വരിക. ദമ്മയോടുകൂടിയുള്ള റു എന്ന റു എപ്പോഴും റു ആയിട്ടാണ് വരിക. കസറോട് കൂടിയുള്ള രി എപ്പോഴും നേർത്ത് രി ആയിട്ടാണ് വരിക. റാക്ക് സുക്കൂന് വരുമ്പോൾ മാത്രമാണ് റാ ഇർ എന്നും ഉർ എന്നും മാറി വരിക. അർ എന്ന് വരുന്നത് അഥവാ റാ സുക്കൂനും അതിനു മുമ്പ് ഒരു ഫതഹ് ഉള്ള അക്ഷരവും വന്നാൽ അർ അതെപ്പോഴും കനം കൂടിയാണ് വരിക. റാക്ക് സുക്കൂന് അതിനു മുമ്പ് ദമ്മയായാലും എപ്പോഴും കനം കൂടിയാണ് ഉർ എന്ന് വരിക. റാക്ക് സുക്കൂൻ ഉണ്ടാവുകയും അതിനു മുമ്പ് ഹംസത്തുൽ വസ്ൽ ഉണ്ടാവുകയും ചെയ്താൽ അപ്പോഴും കനം കൂടിയാണ് വരിക. റാക്ക് സുക്കൂനും അതിനു മുമ്പ് കെസറും ഉണ്ടായാൽ അതേ വാക്കിനകത്ത് ഇസ്തിഅലായിയുടെ ഒരു അക്ഷരം, കനം കൂടിയ ഏഴാൽ ഒരു അക്ഷരം, ഖാഫ്, സ്വാദ്, ദ്വാദ്, ത്വാ, ദ്വാ, ഗൈൻ, ഖ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരേ വാക്കിനകത്ത് വരികയാണെങ്കിൽ അപ്പോഴും ഉർ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അത് വേറെ വാക്കിന്റെ തുടക്കത്തിലാണ് റാസുക്കൂന അതിന് മുമ്പത്തെ വാക്കിന്റെ അവസാനത്തിലാണെങ്കിൽ ഇർ എന്നുള്ളതിന് പകരം ഇർ എന്നാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഇസ്തിഅലായിയുടെ അക്ഷരങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഇർ എന്ന് ആണ് എപ്പോഴും നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. റാക്ക് സുക്കൂൻ ഉണ്ടാവുകയും അതിനു മുമ്പിൽ ദീർഘത്തിന്റെ യാ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇർ എന്ന് ഉച്ചരിക്കുക. റാക്ക് സുക്കൂനും അതിനു മുമ്പ് യാ എന്ന അക്ഷരം സുക്കൂനോട് കൂടിയും വന്നാലും ഇർ എന്ന് നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് നിയമങ്ങളിലേക്ക് പോകാം. ആദ്യം തഫ്ഹീം അല്ലെങ്കിൽ സ്ട്രോങ് ആയി ഉച്ചരിക്കേണ്ട, കനം കൂട്ടി റോ എന്ന് ഉച്ചരിക്കേണ്ട 7 നിയമങ്ങൾ പറയാം. അതിൻ്റെ കൂടെ അതിൻ്റെ ഉദാഹരണങ്ങളും പറയാം. 1. റു യഅ്മുറു കനം കൂട്ടി പറയുക. റ അമറ. 3. ഉർ സുബുർ. 4. അർ ഖമർ മറിയം. 5. റാക്ക് സുക്കൂനുണ്ട്, അതിനു മുമ്പ് ഒരു സുക്കൂനുണ്ട്, യാ ഇല്ലാത്ത അക്ഷരമാണ്. അതിനു മുമ്പ് ഫതഹോ ദമ്മയോ ഉള്ള ഒരു അക്ഷരമുണ്ട്. അമ്ർ, സബ്ർ, ഖുസ്. 6. റാക്ക് സുക്കൂനുണ്ട്, അതിനു മുമ്പ് ഹംസത്തുൽ വസ്ലുണ്ട്. ഇർജി, മനിർതദ. മൻ ഇർതദ എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ മനിർതദ. 7. റാക്ക് സുക്കൂനുണ്ട്, അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറുണ്ട്. പക്ഷേ റാക്ക് ശേഷം നേരത്തെ പറഞ്ഞ ഇസ്തിഅലായിയുടെ അക്ഷരങ്ങളിൽ ഒന്ന് അതേ വാക്കിനകത്തുണ്ട്. ഖിർതാസ്, മിർസാദ്. ഇനി റാ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട നിയമങ്ങൾ. തർക്കീഖായി വീക്കായി ര എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ട ഓരോ നിയമങ്ങൾ. 1. രി കരീം. 2. ഇർ ഫിർഔൻ മിര്യ. 3.
റാക്ക് സുക്കൂനുണ്ട്, അതിനു മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനുണ്ട്, അതിനു മുമ്പുള്ള അക്ഷരത്തിന് കെസറുണ്ട്. ഹിജ്ർ, ദിക്ർ, സിഹ്ർ. നാലാമത്തത് യാക്ക് സുക്കൂനുണ്ട്, അതിന് ശേഷമാണ് റാക്ക് സുക്കൂന് വരുന്നത്. അത് യാ ദീർഘമായാലും യാ സുക്കൂനായാലും ഒരുപോലെ തന്നെ. ഖൈർ, ഖബീർ, ബഷീർ. അഞ്ചാമത്തത് റാക്ക് സുക്കൂനുണ്ട്, അതിനു മുമ്പുള്ള അക്ഷരത്തിന് കെസറുണ്ട്, അതിനുശേഷം സ്ട്രോങ് ലെറ്റർ ആയിട്ടുള്ള ഇസ്തൈലായയുടെ അക്ഷരമുണ്ട്, പക്ഷേ അത് പുതിയൊരു വാക്കിന്റെ തുടക്കത്തിലാണ്. ഉദാഹരണങ്ങൾ: അൻദിർ ഖൗമക, ഫസ്ബിർ സ്വബ്റ, ഫസ്ബിർ സ്വബ്റ, അൻദിർ ഖൗമക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.